ഹലോ വൺസിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സെഷനിൽ KTU യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് മെക്കാനിക്കൽ സോളിഡ്സ് ആണ്. നമ്മുടെ മൊഡ്യൂൾ 2 ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക് ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു തിയറി ക്ലാസ് നമ്മൾ വൺസിൻ്റെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും മസ്റ്റായിട്ട് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക് ഇതൊക്കെയാണ്. 2 സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ ഫുൾ ടോർഷനും സെക്കൻഡ് സെക്ഷൻ ബീം മെക്കാനിക്സും ആണ്. ഇപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ എന്താ ടോർഷൻ അതിൻ്റെ തിയറി, അതിൻ്റെ അസംഷൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെ വരുന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ടേംസും ഒക്കെയാണ് വരിക. സോ ടോർഷൻ്റെ ഇക്വേഷൻ പഠിക്കേണ്ടി വരും, അതിൻ്റെ തിയറി പഠിക്കേണ്ടി വരും, ഇതിൻ്റെ അസംഷൻസ് മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, അതിൻ്റെ അസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഇവിടെ നിങ്ങോട്ടേക്ക് ഇത് അപ്ലിക്കേഷൻ ലെവലിലെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ആ മോഡുലസ്, ടോർഷണൽ റിജിഡിറ്റി. സോ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ട് അതിനെ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ കാണാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിങ്ങോട്ടേക്ക് ചെക്ക് ചെയ്യുക. ഇനി ഇവിടെ എത്തുമ്പോഴേക്കും എന്താണ്, എന്തൊക്കെ തരം ബീമുകളുണ്ട്, എന്തൊക്കെ തരം ലോഡ്സ് ഉണ്ട്, എന്തൊക്കെ തരം സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു സെഷൻ പഠിച്ചു നിർത്തുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാൻ പഠിച്ചുകൊണ്ടാണ്. അല്ല, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ച് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ നോക്കാം. ഡിഫൈൻ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് വിത്ത് എക്സാമ്പിൾസ്. എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഷിയർ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് ഷിയർ ഫോഴ്സ്? ഷിയറിങ് എന്താണ്? ഈ ഒരു രീതിയിൽ പോകുന്ന ഫോഴ്സ് അല്ലേ, ടാൻജൻഷ്യലി പോകുന്ന, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ ഷിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ടൈപ്പ് ഫോഴ്സിനാണ് നമ്മൾ ബേസിക്കലി ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോഴേക്കും എന്ത് ചെയ്യാം, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുക. ദ ഷിയർ ഫോഴ്സ് അറ്റ് എനി ക്രോസ് സെക്ഷൻ ഓഫ് എ ബീം ഈസ് ദ അൾജിബ്രിക് സം ഓഫ് ഓൾ ദ എക്സ്റ്റേണൽ വെർട്ടിക്കൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഐദർ ദ ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ. സോ ഇങ്ങനെ ഒരു ബീം ഉണ്ടെങ്കിൽ, ഓക്കെ, ഇങ്ങനെ ഒരു ബീം ഉണ്ടെങ്കിൽ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്ത് ആ സെക്ഷൻ്റെ ഇപ്പം ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് ലോഡുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ലോഡിനെല്ലാം തന്നെ അൾജിബ്രൈക് സം എടുക്കുക. ഓക്കെ, ആ ലോഡിങ്ങിന് അൾജിബ്രൈക് സം എടുക്കുക. അതാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഇടുന്നത്. ഇറ്റ് ഈസ് ദ ഇന്റേണൽ ഫോഴ്സ് ദാറ്റ് ആക്ട് പാരലൽ ടു ദ ക്രോസ് സെക്ഷൻ അറ്റംപ്റ്റിംഗ് ടു മേക്ക് വൺ പാർട്ട് ഓഫ് ദ ബീം സ്ലൈഡ് വെർട്ടിക്കലി റിലേറ്റഡ് ടു ദ അഡ്ജസന്റ് പാർട്ട്. ഓക്കെ, ഈ ഒരു ഫോഴ്സ് എന്ത് ചെയ്യാണ്, ഈ പാർട്ടിൽ നിന്ന് ഈ പാർട്ടിനെ ഷിയർ ചെയ്തെടുക്കാനാണ് ടെൻഡ് ചെയ്യുന്നത്. ഷിയർ ഫോഴ്സ് ടെൻഡ് ടു ഷിയർ ഓർ സ്ലൈസ് ദ ബീം. അത് യൂണിറ്റ് എന്താണ്? യൂണിറ്റ് നമുക്ക് അറിയാലോ, ഷിയർ ഫോഴ്സ് അല്ലേ, ന്യൂട്ടൺ. യാ, അപ്പോൾ നമ്മളൊരു പോയിന്റ് എടുക്കുമ്പോഴേക്കും ഒരു സിംപ്ലി സപ്പോർട്ട് ബീം എടുക്കുക. ഓക്കെ, സിംപ്ലി സപ്പോർട്ട് ബീം എടുത്തു, അതിനെന്ത് ചെയ്തു, ഒരു പോയിന്റിലോട് വെച്ചു. ഓക്കെ, പോയിന്റിലോട് വെച്ചു, ഒരു കോൺസെൻട്രേറ്റഡ് പോയിന്റിലോട് വെച്ചിരിക്കുകയാണ് ഇവിടെ P നോറ്റ്. അപ്പോൾ ഇതിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല ഇവിടെ, അല്ല സിംപ്ലി സപ്പോർട്ട് അല്ലേ. സോ ഞാൻ ഈ പോയിന്റിന് എന്ന് കൊടുത്തു, അവിടുത്തെ റിയാക്ഷൻ ആറിന് കൊടുത്തു, ഈ പോയിന്റിൽ ബിന്ന് കൊടുത്തു, അതിന്റെ റിയാക്ഷൻ RBന്ന് കൊടുത്തു. ഓക്കെ, ദ ടോട്ടൽ അപ്വേർഡ് റിയാക്ഷൻ ഫോഴ്സ് ഓൺ ദ സപ്പോർട്ട് വിൽ ബി അഗൈൻസ്റ്റ് ദ ലോഡ് P ആയിരിക്കുമല്ലോ. ഈ 2 സപ്പോർട്ടും കൂടിയിട്ടാണല്ലോ ലോഡ് P സപ്പോർട്ട് ചെയ്യുന്നത്. If you take a cut just to the left of the load P, the shear force V is equal to the upward reaction force from the support. അല്ലേ, ഇതിന്റെ ഒരു നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു സെക്ഷൻ എടുത്തു, ഈ സെക്ഷൻ എടുത്തു. അപ്പൊ ഇതിന് ഈ സൈഡിലുള്ള ഷിയർ ഫോഴ്സ് എന്താ വരിക, ഈ അപ്വേർഡ് ആയിട്ടുള്ള ഈ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ റിയാക്ഷൻ അറ്റ് A, അതാണ് ഈ സൈഡിൽ മൊത്തമുള്ള ഈ ഏരിയയിൽ എല്ലായിടത്തുള്ള ഷിയർ ഫോഴ്സ് ആയിട്ട് വരുന്നത് ആ ഒരു ലോഡായിരിക്കും. സോ ഇതിപ്പം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് അറിയാം, ഈ RAയും RB എന്ന രണ്ടും സെയിം ആണ് അല്ലെ, P രണ്ടും കൂടി ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യാണ്. സോ അത് P/2 എടുക്കാം. ഇനി ഈ സെക്ഷൻ ഇപ്പുറത്തേക്ക് ആയിട്ട് നമ്മൾ അതിന്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിലോ RB ആണ് അവിടുത്തെ ഷിയർ ഫോഴ്സ് ആയിട്ട് വരിക. സോ അതൊരു P/2 തന്നെ വരും. ഇനി ബെൻഡിങ് മൊമെന്റ് എടുക്കുകയാണെങ്കിലോ ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം ഈസ് ദ algebraic sum of the moments of all the external forces acting on either the left or right side of that section. അല്ലേ, അപ്പോൾ ഇതിന്റെ എഫക്ട് എന്താ, ബെൻഡിങ് മൊമെന്റ് കോസസ് ദ ബീം ടു ബെൻഡ്. ബെൻഡിങ് മൊമെന്റ് കോസസ് the beam to bend, resulting in the top fibers being the compression
ആൻഡ് ദ ബോട്ടം ഫൈബേഴ്സ് ബീങ് ഇൻ ടെൻഷൻ. സോ ഇതിപ്പം ബെൻഡ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇത് ഈ രീതിയിലാവും അല്ലേ? അപ്പൊ ഇത് ഈ രീതിയിലാകുമ്പോഴേക്കും അതിന്റെ ടോപ്പ് ഫൈബേഴ്സിൽ എന്താ സംഭവിക്കുന്നത്? അല്ല, ഇത് ഈ രീതിയിലാകുമ്പോഴേക്കും ഇതിന്റെ ടോപ്പ് ഫൈബേഴ്സിൽ എന്താ ഉണ്ടാവുന്നത്? ടോപ്പ് ഫൈബേഴ്സിൽ കംപ്രഷനും ബോട്ടം ഫൈബേഴ്സിൽ എന്താവും? ടെൻഷനും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ലോഡ് കൊടുക്കുമ്പോഴേക്കും ടോപ്പ് ഫൈബേഴ്സിൽ എന്ത് വരും? കംപ്രഷനും വരും. ബോട്ടം ഫൈബേഴ്സിൽ അതിന് ടെൻഷനും കയറി വരും. അപ്പൊ ഇത് മൊമെന്റ് അല്ലേ? ബെൻഡിങ് മൊമെന്റ് അല്ലേ? സോ മൊമെന്റ് ഇക്വേഷൻ എന്താണ്? ഇപ്പൊ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് വരുന്നത്. സോ ഫോഴ്സ് ഇൻറ്റു അതിന്റെ ഡിസ്റ്റൻസ്. സോ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ മില്ലിമീറ്റർ അങ്ങനെ വരും. ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ മില്ലിമീറ്റർ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതിപ്പോൾ സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ കേസിലാണെങ്കിൽ ഇതിന്റെ ഈ സെക്ഷൻ ഇപ്പോഴത്തെ കാണിച്ചു നോക്കുക. സോ ആർ എ ആണ് ഈ സൈഡിലെ ഫോഴ്സ് വരുന്നത്. ആർ എ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ത് വരും? ആർ എ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്താ വരിക? അവിടുത്തെ മൊമെന്റ് വരും അല്ലെ? ആർ എ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ആർ എ ഇൻറ്റു എക്സ് എന്താണ്? ഈ ഒരു സെക്ഷനിലുള്ള ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് ആണ് വരിക. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഈ കണ്ടീഷൻ ജസ്റ്റ് മോഡിഫൈ ചെയ്യണേ. ഇവിടെ ഞാൻ മറ്റൊരു ലോഡ് കൊടുത്തു, ഒരു പി ക്യൂ എന്ന ലോഡ് കൊടുത്തു. അപ്പോൾ ഷിയർ ഫോഴ്സിലും ബെൻഡിങ് മൂലം എന്ത് വ്യത്യാസം വരിക? സോ ഇത് ഈ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ സെക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ സം ആയിരിക്കും. സം എന്ന് വെച്ചാൽ ഈ ആർ എ പോകുന്നത് മേലേക്കും ക്യൂ പോകുന്നത് താഴേക്കും. അപ്പൊ ആർ എ മൈനസ് ക്യൂ, അതിലേതാണോ വലുത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പൊ ക്യൂ ആണ് വലുതെങ്കിൽ ക്യൂ മൈനസ് ആർ എ, ഇതിന്റെ നെറ്റ് എഫക്ട് താഴേക്കായിരിക്കും, കാരണം ക്യൂ ആണല്ലോ വലുത്. ഇനിയിപ്പോൾ ആർ എ ആണ് വലുതെങ്കിലോ ആർ എ മൈനസ് ക്യൂ, ഇതിന്റെ നെറ്റ് എഫക്ട് മേലേക്ക്, ബിക്കോസ് ആർ എ ആണല്ലോ വലുത്. അപ്പൊ അതായിരിക്കും അവിടുത്തെ ഷിയർ ഫോഴ്സ് വരിക. ഇനി ബെൻഡിങ് മൊമെന്റ് എങ്ങനെ വരും? ആർ എ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് മൈനസ് ക്യൂ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എടുത്താൽ മതി. അതായത് ഇതിന്റെ രണ്ടും എന്താ, ഇത് ഒരെണ്ണം ഈ സെക്ഷൻ വെച്ചിട്ട് ഈ ആർ ഇതിനെ ഈ രീതിയിലാണ് കറക്കണത്, ക്ലോക്ക് വൈസ് ആണ് കറക്കണത്. ഈ സെക്ഷൻ വെച്ചിട്ട് ഈ ക്യൂ എന്നുള്ളത് ഇതിന് ഈ രീതിയിലാണ് കറക്കണത്. സോ ഒരെണ്ണം ക്ലോക്ക് വൈസ് മൊമെന്റും ഒരെണ്ണം ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് ഏതാണോ വലുത്, ഇപ്പൊ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് വലുതെങ്കിൽ അത് എടുക്കുക, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എങ്കിൽ അത് എടുക്കുക. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സിമ്പിൾ സെൽ ബീമിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അടുത്തെന്താ? റൈറ്റ് ദ ടോർഷൻ ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ്. സോ ടോർഷൻ ഇക്വേഷൻ ഇങ്ങനെയാ വരിക: T by J is equal to tau by R is equal to G theta by L എന്ന് വരും. ഓക്കെ, T by J is equal to tau by R is equal to G theta by L എന്നാണ് ടോർഷൻ ഇക്വേഷൻ പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ടോർഷൻ ഇക്വേഷൻ വെച്ചാല്, ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ കറക്കാന്ന് ചോദിക്കാം. ഞാനിപ്പോൾ ഇതിനെ കറക്കാണ്. ഓക്കെ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാണ്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതാ ഈ കാണുന്ന ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, ഈ ക്രോസ് സെക്ഷൻ ഞാൻ ഇവിടെ വരയ്ക്കുകയാണേ. ഈ ക്രോസ് സെക്ഷൻ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. സോ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെന്ന് വെച്ച് വരയ്ക്കാം. ഓക്കെ, അതായത് ഞാൻ ഇതിനിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് നോക്കുമ്പോഴേക്കും നിങ്ങൾ കാണുന്ന ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ അവിടെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ആക്സസ് അല്ലേ? ഇവിടെ നോക്കുമ്പോഴേക്കും ആക്സസ് ഒരു ഡോട്ടായിട്ടല്ലേ കാണുള്ളൂ, അതാണ് അതിന്റെ ആക്സസ്. സോ ഇനി നോക്കാം. ഇതൊരു ടി എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും? ട്വിസ്റ്റിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക് എന്നൊക്കെ പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇതിലിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ ലോഡ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇത് വലിയ ട്വിസ്റ്റ് ഒന്നും കാണിക്കുന്നില്ലല്ലോ. കാരണം അതെന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ എത്രത്തോളം ട്വിസ്റ്റിംഗ് മൊമെന്റ് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം ഇത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അത്ര ഡിഫോർമേഷൻ കാണിക്കാത്തത്. അപ്പൊ ഞാൻ എന്ത് പറയണം? ഇവിടെ എന്ത് കാര്യം കൂടെ ആഡ് ചെയ്യണം? റെസിസ്റ്റിംഗ് എന്ന് കൂടെ ആഡ് ചെയ്യണം. സോ റെസിസ്റ്റിംഗ് മൊമെന്റ് ട്വിസ്റ്റിംഗ് മൊമെന്റ് ആണ് നമ്മൾ കാണുന്നത്. രണ്ടാമത് എന്താ? ജെ ആണ്. ജെ എന്ന് വെച്ചാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, അതായത് ഈ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഈ വെച്ചിരിക്കുന്ന ആക്സിസ്, ഈ ആക്സിസ് ഈ ക്രോസ് സെക്ഷനിലേക്ക് പെർപെൻഡിക്കുലർ അല്ലേ ആക്സിസ് പോകുന്നത്. അബൌട്ട് ദിസ് ആക്സിസ് ഈ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? അതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, സോ ജെ എന്നുള്ളതാണ് ജെ ഈസ് ഈക്വൽ ടു പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതായത് നമ്മൾ ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ടല്ലോ, ക്രോസ് സെക്ഷൻ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് പോകുന്നില്ലേ,
അബൌട്ട് ദാറ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് ഈ സെക്ഷന്റെ ഏരിയ എന്താണോ അതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. പിന്നെ ടോ ബൈ ആർ എന്നുള്ള ഫോർമുല, ഈ ടോ ബൈ ആർ എന്നുള്ള ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനിങ്ങനെ കൊച്ചു കൊച്ചു ഫൈബേഴ്സ് ആക്കി മാറ്റുക. ഓക്കെ, കുഞ്ഞു 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 കുഞ്ഞ് ഫൈബേഴ്സ് ആക്കി മാറ്റുക. ഇനി ഞാനിതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഈ ട്വിസ്റ്റ് തീരെ ബാധിക്കാത്തത് ആരായിരിക്കും? അതിൻ്റെ ആക്സിസിനായിരിക്കും അല്ലേ? ഈ ട്വിസ്റ്റ് ബാധിക്കാത്ത ഒരാളെ ആക്സിസ് ആയിരിക്കും. പക്ഷെ അതിന് ശേഷമുള്ള ഓരോ ലെയറിലും എന്ത് സംഭവിക്കും? ട്വിസ്റ്റിംഗ് ബാധിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ട്വിസ്റ്റിംഗ് വ്യത്യാസം ഉണ്ടാവും, ലൈക്ക് അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് ബാധിക്കുന്ന എവിടെയായിരിക്കും? ഏറ്റവും കൂടുതൽ ആ ഒരു ട്വിസ്റ്റിംഗ്, അതായത് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ, ട്വിസ്റ്റിംഗ് കാരണം ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്യപ്പെടുന്നതിന്റെ എക്സ്ട്രീം ഫൈബർ ആയിരിക്കും. അത് എക്സ്ട്രീം ഫൈബറിലേക്കും ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ ടോ ബൈ ആറിൽ കിട്ടുന്ന എന്താ? ഈ ടോ ബൈ ആർ എന്ന് വെച്ചാൽ, ഈ ആർ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ ഒരു ലെയറിലുള്ള ടോ, ഈ ഒരു ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ, ആ ടോ ഡിവൈഡ് ബൈ ആ ആറാണ് ഈ കൊടുത്തേക്കുന്നത്. സോ എക്സ്ട്രീം എത്തുമ്പോഴേക്കും എന്ത് വരും? ടോ മാക്സ് ഡിവൈഡ് ബൈ ഈ ക്രോസ് സെക്ഷന്റെ റേഡിയസ് വരും. അതുകൊണ്ട് ക്രോസ് സെക്ഷന്റെ റേഡിയസ് ഞാൻ ഈ ആർ എന്ന് എടുത്തിരിക്കുന്നത്, ഈ ക്യാപിറ്റൽ ആർ എടുത്തിരിക്കുന്നത്. ആ ക്യാപിറ്റൽ ആർ ആകുമ്പോഴേക്കും എന്താവും? ഈ ക്രോസ് സെക്ഷന്റെ റേഡിയസ് ആവും. സോ അതെന്ത് വരും? ടോ മാക്സ് എന്ന് നമ്മൾ എഴുതാം. സോ ടി ബൈ ജെ ഇസിക്കൽ ടു ടോ ബൈ ആർ, ഈ രീതിയിൽ വരും. പിന്നെ ജി എന്താണ്? ജി എന്നുള്ളത് ടോർഷണൽ റിജിഡിറ്റി. റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്ന സാധനം കേട്ടോ. ജി റിജിഡിറ്റി മോഡുലസ്, റിജിഡിറ്റി എന്നോ റിജിഡിറ്റി മോഡുലസോ അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെന്താണ്? തീറ്റ എന്താ? തീറ്റ നമ്മളിപ്പോ ഇതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാണല്ലോ, ഞാൻ ഇതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഈ സെക്ഷൻ ട്വിസ്റ്റ് ആവുമല്ലോ. സോ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എ എടുത്തു, അതെന്താവും? ട്വിസ്റ്റിംഗ് കഴിയുമ്പോഴേക്കും അത് എ ഡാഷ് എന്നുള്ള പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ? ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോഴേക്കും എ ഡാഷിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു ആംഗിൾ അല്ലേ? ഇതൊരു ആംഗിൾ അല്ലേ തീറ്റ? ആ തീറ്റയാണ് എന്ത്? ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ആ തീറ്റയാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. പിന്നെ എൽ എന്താണ്? ലെങ്ത് ഓഫ് ദ ബീം. എൽ എന്താണ്? ലെങ്ത് ഓഫ് ദ ബീം. ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ ഇത്രയാണ് അവിടുത്തെ ടേംസ്. ഇനി നമുക്ക് കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ടി ബൈ തീറ്റ എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഇതിലിപ്പോ ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം എടുക്കുക. സോ ടി ബൈ ജെ ഈസിക്കൽ ടു ജി തീറ്റ ബൈ എൽ എന്ന് കിട്ടും. സോ ടി ബൈ തീറ്റ ഈസിക്കൽ ടു ജി ജെ ബൈ എൽ എന്ന് വരും. ഇതിനെയാണ് ടി ബൈ തീറ്റയാണ് നമ്മൾ ടോർഷണൽ സ്റ്റിഫ്നെസ് ഒക്കെ പറയുന്നത്. സോ അതിന്റെ അഡീഷണൽ കാര്യമാണ്, നിങ്ങൾ എഴുതണം എന്നില്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ക്വസ്റ്റ്യൻ പ്രകാരം എന്തേ ഉള്ളൂ, ജസ്റ്റ് ടോർഷൻ ഇക്വേഷൻ എന്താണ് പറയുക, അതിലെ ടേംസിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അത് മാത്രമേ ക്വസ്റ്റ്യനിലുള്ളൂ. സോ അത് ഇത്രയും പറഞ്ഞാൽ മതിയോ? വാട്ട് ആർ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഇൻ ബീംസ്? സോ എന്താണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഓൾസോ കോൾഡ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഈസ് ക്രിട്ടിക്കൽ. എന്താണ് സാധനം? Is the point along the length of a beam where the bending moment is 0 and the curvature changes sign. So bending moment ഡയഗ്രം എടുക്കുക. ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രത്തിൽ അതിന്റെ ബെൻഡിംഗ് മൊമെന്റ് 0 ആയി സൈൻ ചേഞ്ച് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്, അതിനാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബെൻഡിംഗ് മൊമെന്റ് പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഇസ് ലൊക്കേഷൻ where the beam's curvature changes from sagging to hogging. അല്ലെ, ബെൻഡിംഗ് മൊമെന്റ് ചേഞ്ച് ആവല്ലോ. സോ ഇങ്ങനെ ഒരു ബെൻഡിങ് മൊമെന്റ്, ഇതിപ്പോ ബെൻഡിങ് മൊമെന്റ്, ഇത് സാഗിങ് ബെൻഡിങ് മൊമെന്റ് ആണ്. ഈ ബെൻഡിങ് മൊമെന്റ് 0 ആയി ബെൻഡിങ് മൊമെന്റ് ചേഞ്ച് ആവുന്നൊരു പോയിന്റ്, അല്ലെ തിരിച്ച് ഇങ്ങനെ ആക്കുമ്പോഴേക്കും ഈ സാധനം ഇങ്ങനല്ല വരിക, ഇപ്പൊ ഹോഗിങ് ആവും. സോ സാഗിങ് ബെൻഡിങ് മൊമെന്റിൽ നിന്നും ഹോഗിങ് ബെൻഡിങ് മൊമെന്റിലേക്ക് ഉള്ള ആ ഒരു ചേഞ്ച് അതാണ് അവിടെ കാണുന്നത്. ഇൻ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഈസ് ദ പോയിന്റ് വേർ ദ കർവ് ഇന്റർസെക്ട്സ് ദ 0 മൊമെന്റ് ലൈൻ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? എന്നാൽ ബെൻഡിംഗ് മൊമെന്റ് ചേഞ്ച് ആകുന്നതിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. ബിക്കോസ് അവിടെ അതിനുശേഷം
ഈ പോയിന്റ് ഓഫ് കോൺട്രാക്ട് ഫംഗ്ഷൻ അപ്പുറത്തും ഇപ്പുറത്തും ബെൻഡിങ് മൊമെന്റ് 2 സൈൻ ആയിരിക്കും. അത് 2 രീതിയിലേക്കും ബെൻഡ് ചെയ്യുക. So 0 1. Since the bending moment is 0 at the point of control fracture, there is no bending stress theoretically at that specific point. The neutral axis, which is a line of zero stress, is located at the top and bottom of the beam cross section at the POC, at the point of contact fracture. In the reinforcement, in a reinforced concrete beam, the steel reinforcement is placed in the areas that experience the tension. For positive moment, the bottom of the beam is in tension. For negative moment ആണെങ്കിലോ the top of the beam is in tension. So ഈ പോസിറ്റീവ് മൗണ്ട് വെച്ചാൽ ഇങ്ങനെയാണ് വരിക. അതായത് ഇതെന്ത് ചെയ്യും, ഈ താഴേക്ക് ഈ രീതിയിൽ ബീം ബെൻഡ് ആവും. സോ പോസിറ്റീവ് മൗണ്ട് വെച്ചാൽ ഈ രീതിയിലേക്ക് അത് ബെൻഡ് ആവും. നെഗറ്റീവ് ആണെങ്കിൽ ഈ രീതിയിലേക്ക് ബെൻഡ് ആവും. സോ പോസിറ്റീവ് ആണെങ്കിൽ ഈ ഭാഗം അടിഭാഗമാണ് ടെൻഷനിൽ വരുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ മേൽഭാഗമാണ് ബീമിന്റെ ടോപ്പ് സൈഡാണ് ടെൻഷനിൽ വരുന്നത്. അപ്പൊ ഏത് ഭാഗത്ത് റീഇൻഫോഴ്സ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും അല്ലേ. The POC tells the engineer exactly where the tension zone switches. This is crucial for determining whether main tension steel can be curtailed. കട്ട് ഓഫ് ചെയ്യണോ എന്ന കാര്യങ്ങളൊക്കെ നോക്കാതെ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അത് എഞ്ചിനീയറിംഗ് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു കൺസ്ട്രക്ഷൻ ഒരു ആസ്പെക്റ്റിൽ വരുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബീം ഡിസൈൻ സിംപ്ലിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ പോയിന്റ് ഓഫ് കോൺട്രാക്ട് ഫ്ലക്ഷൻ എന്താണെന്നുള്ളതും അതിന്റെ എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് 1-2 ആപ്ലിക്കേഷൻ കൂടെ ഒന്ന് നോക്കി വെക്കുക. A beam ABCD, length 10 meter, total length 10 meter, carries uniformly distributed load 0.0 kN per meter and a concentrated load of 0.5 kN at end A. Supports B at end A. Supports at B and C space 7 meter apart carry equal loads. Find the length of the overhanging portions AB and CD. അപ്പം എന്തൊക്കെയുണ്ട്, ABC എന്നുള്ള ഒരു വലിയൊരു ബീം ഉണ്ട്, അതിന്റെ ലെങ്ത് 10 മീറ്റർ ആണ്. ക്യാരീസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 0.2 kN per meter. അപ്പൊ ഇങ്ങനെ വരും ബീം ഈ രീതിയിലാണ് വരുന്നത്. ഈ ബീമിന്റെ സപ്പോർട്ട് എവിടെയാണെന്ന കാര്യം നമുക്ക് അറിയില്ല. എന്തായാലും ഇതിന് ടോട്ടൽ ലെങ്ത് 10 മീറ്റർ എന്നറിയാം അല്ലെ. ടോട്ടൽ ലെങ്ത് എന്താണ്, 10 മീറ്റർ ആണ്. അത് മാർക്ക് ചെയ്യാം. പിന്നെന്താണ്, അത് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അത് ക്യാരി ചെയ്യുന്നുണ്ട്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അത് ക്യാരി ചെയ്യുന്നുണ്ട് 0.2 kN per meter എന്നുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അത് ക്യാരി ചെയ്യുന്നുണ്ട്. ആൻഡ് കോൺസെൻട്രേറ്റഡ് ലോഡ് 0.5 kN അറ്റ് എൻഡ് എ. നമുക്കത് എൻഡ് എ ഇവിടെയാണെന്ന് എടുക്കാം, അല്ലെങ്കിൽ വേണ്ട ഇവിടെ എടുക്കാം. ഇവിടെയാണ് എൻഡ് എ. ഓക്കെ, 0.5 kN at end A. Supports at B and C spaced 7 meter apart carry equal load. അപ്പൊ ABCD ആണല്ലോ, P എൻഡ് എന്തായിരിക്കും, D ആയിരിക്കും. ഇതിനിടയിൽ എന്തുണ്ട്, B ഉണ്ട് C ഉണ്ട്. ഓക്കെ, ഇതിനിടയിൽ ബിയും സി ഉണ്ട്. ആ ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 7 മീറ്റർ ആണ്. ബി സി തമ്മിലുള്ള ഡിസ്റ്റൻസ് 7 മീറ്റർ ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഓവർഹാങ്ങിങ് പോർഷൻസ് എ ബി ആൻഡ് സി ഡി. ഓക്കെ, അതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് നമുക്ക് എന്തോ ഈ ബേസിക് ആയിട്ടുള്ള ബെൻഡിങ് ഇക്വേഷൻ സപ്പോർട്ട് റിയാക്ഷനെ പറ്റിയുള്ള ഐഡിയ തന്നെ മതി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് ടോട്ടലി സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ടോട്ടൽ ഫോഴ്സും ടോട്ടൽ മൊമെന്റ്സും ഒക്കെ എന്തായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. നമുക്ക് ആദ്യം റിയാക്ഷൻസ് കണ്ടുപിടിച്ച് നോക്കാം. ലെറ്റ് എ ബി സികളുടെ എക്സ് ആൻഡ് സി ഡി സികളുടെ വൈ. എ ബി നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, എ ബി എക്സ് ആയിട്ട് എടുക്കാം, സി ഡി വൈ ആയിട്ടും എടുക്കാം. ABC CD y. The supports B and C are 7 meter apart and the total beam length is 10 meters. So x plus 7 plus y is equal to 10. അപ്പോൾ x plus y എന്തായിരിക്കും, 3 ആയിരിക്കും. ലോഡ് എന്താണ്, UDL അല്ലേ. UDL ലെവൽ എത്ര, 0.2 kN per meter over entire length. സോ ടോട്ടൽ ലോഡ് വെച്ചാൽ എന്താ 0.10, അതായത് 2 kN ആണ് വരിക. അപ്പൊ ഇത് ഈ 10 മീറ്ററിൽ അല്ലേ, 10 മീറ്റർ അല്ലേ, 10 മീറ്ററിൽ UDL കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പോയിന്റോടൊക്കെ മാറ്റണം, എന്ത് ചെയ്യണം, ആ UDL 10 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ UDL വാല്യൂ എന്താണ്, 0.2. അതിന്റെ 10 മീറ്റർ മൾട്ടിപ്ലൈ എന്ത് കിട്ടും, ജസ്റ്റ് അല്ലെ 0.2 kN per meter ഇൻറ്റു 10 മീറ്റർ. ഈ മീറ്റർ കട്ടാവും, ബാക്കി എന്തേ ഉള്ളൂ, 0.2 kN ഇൻറ്റു 10 ഉള്ളൂ. അതെന്ത് വരും, 2 kN വരും.
ആ 2 കിലോമീറ്റർ എന്നൊരു പോയിന്റിലൂടെ എവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവുക? ഈ ലോഡിന്റെ മിഡ് പോയിന്റിൽ, സോറി ആ ബീമിന്റെ മിഡ് പോയിന്റ്, അതായത് 5 മീറ്ററിലേക്ക് അത് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ 0.2 ഇൻറ്റു 10, അതായത് 2 കിലോമീറ്റർ ആക്ട് ചെയ്യുന്ന 5 മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അറ്റ് പോയിന്റിലോട് P = 0.5 കിലോമീറ്റർ എ അല്ലെ, പോയിന്റിലോട് 0.5 കിലോമീറ്റർ അറ്റ് എ ഉണ്ട്. കണ്ടീഷൻ എന്താ? റിയാക്ഷൻസ് അറ്റ് ബി ആൻഡ് സി ആർ ഈക്വൽ. ലെറ്റ് ഈച്ച് റിയാക്ഷൻ ബി ആർ. ഓക്കെ, ബിയിലും സിയിലും റിയാക്ഷൻസ് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തിട്ടും 2R അല്ലേ? ഈ രണ്ട് റിയാക്ഷനും സെയിം ആണല്ലോ. ആർ ബിയും ആർ സിയും ഇത് രണ്ടും എന്ത് ചെയ്യുക? നമ്മൾ R ആയിട്ട് അങ്ങ് എടുക്കുക. ആർ ബിയും ആർ സിയും R ആയിട്ട് അങ്ങ് എടുക്കുക. ബിക്കോസ് രണ്ടും സെയിം ആണ്. അപ്പൊ 2R = WL + P. അതായത് 2R എന്ത് ചെയ്യുക? ടോട്ടൽ ലോഡ് = 2R എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഈ 0.5 വരും, നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഈ 2 കൂടെ വരും അല്ലെ. ഇപ്പൊ ഈ 2 ഇപ്പൊ ആക്ട് ചെയ്യുന്നത് മിഡ് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. 2 ഇപ്പൊ മിഡ് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. സോ UDL സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയ സാധനമാണ് 2 എന്താണ് മിഡ് പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്. സോ 0.5 കിലോമീറ്റർ പ്ലസ് 2 കിലോമീറ്റർ വരും. അപ്പോൾ ടോട്ടൽ എന്ത് വരും? 2R = 2.5. അപ്പോൾ R = 1.25 കിലോമീറ്റർ എന്ന് വരും. ടേക്ക് മൊമെന്റ്സ് അബൌട്ട് എ അല്ലേ? എ വെച്ച് മൊമെന്റ് എടുക്കുക. സോ ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. ടോട്ടൽ ലോഡും ടോട്ടൽ മൊമെന്റ്സും എന്തായിരിക്കണം? ഇവിടെ ബാലൻസ്ഡ് ആയിരിക്കണം അല്ലെ? ടോട്ടൽ ലോഡും ടോട്ടൽ മൊമെന്റ്സും ഇവിടെ ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പൊ ഈ എ എന്നുള്ള പോയിന്റ് ഇക്വിലിബ്രിയം, എ എന്നുള്ള പോയിന്റ് മൊമെന്റ് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഈ എ അങ്ങ് പോയി കിട്ടും. ബാക്കി എന്തേ ഉള്ളൂ? RB × X അല്ലേ? അതെന്താണ്? ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ് ആണ്. RB × X എന്നുള്ള ആന്റി ക്ലോക്ക്വൈസ് ഇങ്ങനെയല്ലേ കക്കുന്നത്? ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ് ആണ്. പിന്നെ RC × X + 7 അല്ലേ? RC × X + 7 എന്താണ്? ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ് ആണ്. പിന്നെ 2 × എന്ത് വരും? 5 അല്ലെ? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 5 അല്ലേ? ഈ ഡിസ്റ്റൻസ് 5 ആണ്. സോ 2 × 5 എന്ത് വരും? ക്ലോക്ക്വൈസ് മൊമെന്റ് വരും. അപ്പോ R × X, ഈ റിയാക്ഷൻ എന്താണ്? ഇത് RB യും RC ഒക്കെ എന്താണ്? R തന്നെയാണ്. അപ്പൊ എന്ത് വരും? R × X + 7 = 5 × R × X + 7 = 5 × 2 എന്ന് വരും. റൈറ്റ്? ഈ P × 0 പറയുന്നത് ഈ P പോകുന്നത് ഈ ഇതിലൂടെ 0.5 എന്നുള്ള ലോഡ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനൊരു ഫോർമുല കിട്ടും. ഈ ഫോർമുല ആകെ അറിയാത്ത ഒറ്റ ഈ X ആണ് ആകെ അറിയാത്തത്. ആകെ അറിയാത്ത X മാത്രമാണ്. സോ Xന്റെ വാല്യൂ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. X കിട്ടിയാൽ പിന്നെ ബാക്കി എല്ലാ വാല്യൂ ആയി അല്ലേ? X കിട്ടിയ പിന്നെ എന്തായി? Xഉം Yയും നമ്മുടെ റിലേഷൻ ഉപയോഗിച്ചാൽ Yയുടെ വാല്യൂ കിട്ടും. നിങ്ങൾക്കാണെങ്കിൽ ഫൈനലി എല്ലാം കണക്കൂട്ടി നിങ്ങൾക്ക് 10 കിട്ടുമെന്ന് നോക്കാം. 10 കിട്ടുകയാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റാണ്. അടുത്ത ദിവസത്തേക്ക് ഫോർ എ ഹോളോ സർക്കുലർ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റിംഗ് 150 കിലോവാട്ട് പവർ അല്ല, അതിന്റെ പവർ എന്തുണ്ട്? 150 കിലോവാട്ട്, റോട്ടേറ്റിംഗ് അറ്റ് 25 ഹെർട്സ്. ഫൈൻഡ് ഷാഫ്റ്റ് തിക്നെസ് ഇഫ് ഷിയർ സ്ട്രെസ് ലിമിറ്റഡ് ടു 55 MPa ആൻഡ് ഔട്ടർ റേഡിയസ് 30 mm. അപ്പോൾ ഷാഫ്റ്റ് പവർ എന്തുണ്ട് അല്ലേ? 150 കിലോവാട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് 15,000 വാട്ട്. ഫ്രീക്വൻസി എത്രയാണ്? 25 ഹെർട്സ് ആണ്. 25 ഹെർട്സ് എന്നുള്ളത് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? റേഡിയൻ പെർ സെക്കൻഡിൽ മാറ്റാൻ പറ്റും. ഈ ഇക്വേഷൻ വെച്ചിട്ട് ω = 2πf എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് റേഡിയൻ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും. നമുക്ക് അതാണ് ഉപകാരം. നോക്കി ഇതാണ് ഇവിടെ ആവശ്യം. പിന്നെന്താണ്? റേഡിയസ്, ഔട്ടർ റേഡിയസ് 30 ആണ് അല്ലേ? ഔട്ടർ റേഡിയസ് 30 ഷിയർ എത്രയാണ്? 55 MPa മാക്സിമം താങ്ങാൻ പറ്റുന്ന ഷിയർ. അപ്പോൾ ഒന്നാമത്തെ കാര്യം കണ്ടുപിടിക്കുക എന്താ? ω കണ്ടുപിടിക്കുക. ω എന്താണ്? ഈ റേഡിയൻ പെർ സെക്കൻഡിലേക്ക് മാറ്റാണ്. സോ 2π × f 25. സോ 50 π റേഡിയൻ പെർ സെക്കൻഡ്. ഇനി T ഇക്വേഷൻ P = T × ω എന്നാണ്. P = T × ω. ഇതെവിടെ വരുന്നത്? P = ടോർക്ക് × ആംഗുലർ വെലോസിറ്റി. സോ ആക്ച്വലി ലീനിയർ മോഷനിൽ പവറിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് × വെലോസിറ്റി അല്ലെ? ലീനിയർ മോഷനിൽ എന്താണ്? ഫോഴ്സ് × വെലോസിറ്റി ആണ്. റൊട്ടേഷൻ മോഷൻ ആകുമ്പോൾ എന്ത് വരും? P = ഫോഴ്സിന് വരെ ടോർക്ക് വരും, വിക്ക് പകരം ω വരും. ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. നമുക്ക് എന്ത് കിട്ടും? 954 ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടും. Nm കിട്ടും. ഓക്കെ, ഇനി പോളാർ മൗണ്ട് ഓഫ് ഇനേഷ്യ അത് കിട്ടാൻ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചാൽ മതി. J = π/2 × R outer raised to 4 - R inner raised to 4 എന്ന് കൊടുക്കാം.
പിന്നെ ടോയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഷാഫ്റ്റ് തിക്നെസ് ആണല്ലോ വന്നിരിക്കുന്നത്. ഷാഫ്റ്റ് തിക്നെസ് ആണ് എന്ത് ചെയ്താൽ മതി, ആർ ഇന്നർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഇതിപ്പോ ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ, ഓക്കെ, ഇത് ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. സോ ആർ ഇന്നർ ആർ ഔട്ടർ, ആർ ഔട്ടർ മൈനസ് ആർ ഇന്നർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഷാഫ്റ്റ് തിക്നെസ് കിട്ടത്തില്ലേ. അപ്പൊ ഈ ആർ ഇന്നർ കാണാൻ നമ്മൾ ചെയ്താൽ മതി, ഈ ഇക്വേഷനിലേക്ക് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്താൽ മതി. ജസ്റ്റ് എന്ത് കിട്ടുള്ളൂ അവസാനം, ആർ ഇന്നർ റെസ്റ്റ് 4 കിട്ടും, ആർ ഔട്ടർ റെസ്റ്റ് 4 മൈനസ് 2 × TRO/π സോ ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടും ആർ ഇന്നർ കിട്ടും, അല്ലെ ഇന്നർ റേഡിയസ് കിട്ടും. സോ ഔട്ടർ റേഡിയസ് മൈനസ് ഇന്നർ റേഡിയസ് എന്താണോ അതാണ് ഷാഫ്റ്റിന്റെ തിക്നെസ് വരിക. സോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്, T/J = τ/r = g⁻/L എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കണ്ടോ, T/J = τ/r = T/J τ/r. ഈ ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രം ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിയിങ് എ സെൻട്രൽ പോയിന്റ് ലോഡ്. സോ ഇതൊരു സാമ്പിൾ ആണ് വെച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മൾ സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ എടുക്കുക, ഇതിപ്പോ സിംപ്ലി സപ്പോർട്ട് ബീം ക്യാരിയിങ് എ സെൻട്രൽ പോയിന്റ് ലോഡാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, കണ്ടോ, രണ്ട് സിംപ്ലി സപ്പോർട്ട് ബീമാണ്. സെൻട്രൽ ലോഡ് 300 ആണ്. അപ്പോൾ ഓരോ സ്ഥലത്തെ റിയാക്ഷൻ എന്ത് വരും, ഇവിടുത്തെ റിയാക്ഷൻ എന്താ വരിക, 300/2 അല്ലേ. ഇവിടെ 300/2 വരും. സോ എന്താ വരുള്ളൂ, 150 വരുള്ളൂ അല്ലേ. 150 ഇവിടെ വരും, ഇവിടെ എന്ത് വരും, 150 വരും. സോ ഫസ്റ്റ് ഷിയർ ഫോഴ്സ് വരക്കണ്ടേ അല്ലേ, ഫസ്റ്റ് ഷിയർ ഫോഴ്സ് വരക്കണ്ടേ. സോ റൈറ്റ് സൈഡ് നമ്മൾ സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് അറിയാലോ, റൈറ്റ് സൈഡ് മേലേക്കാണെങ്കിൽ എന്തായിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ ആകെ ഇവിടെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ സെക്ഷന്റെ റൈറ്റ് സൈഡ് നോക്കുക, അവിടെ ഈ ലോഡ് മേലേക്കാണ് അല്ലേ. റൈറ്റ് സൈഡ് അപ്പ് സൈഡ് ആണെങ്കിൽ എന്തായിരിക്കും, അത് നെഗറ്റീവ് ആണ് വരിക. സോ റൈറ്റ് സൈഡ് അപ്പ് എന്ത് വരും, നെഗറ്റീവ്. നമ്മൾ ഈ സെക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇപ്പൊ ഈ സെക്ഷൻ എന്താ ഇങ്ങനെ ട്രാവൽ ചെയ്യാതിരിക്കാം, സെക്ഷൻ ഇവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്, ഇവിടെ എത്തുന്നവരെ എന്തായിരിക്കും അല്ലെ, ഈ സെക്ഷൻ ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്യുന്നത്, ആ പോയിന്റ് വരെ എന്താ വരിക, 150 എന്നുള്ള ലോഡ് തന്നെയാണ് വരുന്നത്, ഷിയർ ഫോഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ അതെന്താണ്, നെഗറ്റീവ് സൈഡിലേക്കാണ്. എന്നിട്ട് ഈ പോയിന്റ് എത്തുമ്പോഴേക്കോ 150 എന്നുള്ള ലോഡ് നെഗറ്റീവ് സൈഡിലും 300 എന്നുള്ള സാധനം എന്തെങ്കിലും പോസിറ്റീവ് സൈഡിലാണ് വരിക. അപ്പൊ 150 -150 + 300 അതെന്ത് വരും, +150 ആവും. പിന്നെ ഈ സെക്ഷൻ ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ. സോ ഈ സെക്ഷൻ ഈ സൈഡിലേക്കുള്ള ലോഡ് പിന്നെ എന്താ വരിക അല്ലെ, ഈ സെക്ഷന്റെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ എന്ത് വരും, ഇവിടം വരെ ഓക്കെയാണ്. ഇതിന് ശേഷം എന്താ വരുന്നത്, 150 എന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ലോഡാണ് വരുന്നത്. സോ ഇങ്ങോട്ടേക്ക് മൊത്തം എന്തായിരിക്കും, ആ ലോഡ് വരും. സോ ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് കിട്ടുക. ഇനി ബെൻഡിംഗ് മൊമെന്റ് നോക്കുകയാണെങ്കിലോ, ഞാൻ ഈ സെക്ഷൻ ഇവിടെ എടുത്തു. ഓക്കെ, ഈ സെക്ഷൻ ഇവിടത്തേക്ക് ഡിസ്റ്റൻസ് എത്രയാണ്, x ആണ്. സോ 150 × x അല്ലേ, 150 × x എന്നുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് എനിക്ക് ഈ സെക്ഷനിൽ കിട്ടുക. ഓക്കെ, അപ്പൊ 150 × x. അപ്പൊ ഞാൻ ഈ സെക്ഷൻ ഇവിടെ കൊണ്ടുവെക്കുകയാണെങ്കിലോ അവിടെ x ഉണ്ടോ, ഇല്ല, x അവിടെ 0 ആണ്. ഇങ്ങോട്ടേക്ക് പോകുന്ന x കൂടി വരും. സോ 150 × x(x⁻1) ആണ്, x² അല്ല, x³ അല്ല, ജസ്റ്റ് എന്താണ് 150 × x⁻1. സോ 150 × x⁻1 വെച്ചാൽ അത് ലീനിയർ വാരിയേഷൻ ആയിരിക്കും എന്നർത്ഥം അല്ല, അതെന്തെങ്കിലും ലീനിയർ വാരിയേഷൻ ആയിരിക്കും. അപ്പൊ 150 ഇപ്പൊ ഈ ഡിസ്റ്റൻസ്, ഈ സെക്ഷൻ എത്രത്തോളം അകലേക്ക് മാറും തോറും ഈ മൊമെന്റിന്റെ വാല്യൂ കൂടി വരും. ഫൈൻ. അതേപോലെ തന്നെയാണ് ഈ സൈഡിലും വരിക. ഈ സൈഡ് നോക്കി നോക്ക്, ഇവിടെ ഒരു സെക്ഷൻ എടുത്തു, ഓക്കെ, x ഡിസ്റ്റൻസ് എടുത്തു. സോ 150 എന്ത് x തന്നെയാണ് ഈ സൈഡിൽ വരുന്നത്, അതും കൂടി വരും. പക്ഷെ ഇതിപ്പോ ഈ മേലേക്കാണോ താഴേക്കാണോ അങ്ങനെ മനസ്സിലാക്കാം. മേലേക്കാണോ താഴേക്കാണോ മനസ്സിലാക്കുന്നത്, ഇതാണ് സെക്ഷൻ. ഈ സെക്ഷൻ വെച്ചിട്ട് ഈ ലോഡ് എന്താ ചെയ്യുന്നത്, ഈ ബീമിനെ ഇങ്ങനെയല്ലേ നോക്കണത്. അതായത് ഈ ബീം ഇങ്ങനെയാണെങ്കിൽ ഈ ബീമിനെ ഇങ്ങനെ ആക്കാനല്ലേ ശ്രമിക്കുന്നത്, അല്ലെ ഹാപ്പി ആക്കാനല്ലേ നോക്കുന്നത്. സോ ഹാപ്പി ആക്കാണെങ്കിൽ എന്തായിരിക്കും, അത് പോസിറ്റീവ് സൈഡിലേക്ക് പോകും. ഇനി നേരെ മറിച്ച് ഇവിടെ ഈ ലോഡ് ഇങ്ങനെയാണ്, നമ്മൾ സെക്ഷൻ ഇങ്ങനെ വരച്ചെങ്കിൽ ഈ ബീമിനെ, ഈ സെക്ഷന്റെ സൈഡ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ബീമിനെ സാഡ് ആക്കാനാണ് നോക്കുക.
സോ സാഡ് ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ പിക്ചർ മാറിയും, അല്ലെങ്കിൽ പിക്ചർ എന്താവും താഴേക്ക് പോവും. നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റാണ് നമ്മൾ കാണിക്കേണ്ടി വരിക. സോ ഈ സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ കേസിൽ ഇത്ര നമുക്ക് നോക്കാനുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് കാണാനുള്ള ഒരു സാമ്പിൾ പിക്ചർ ഇതാ കൊടുത്തേക്കുന്നു. ഓക്കെ, സോ അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്ത് നോക്കണം ഈ ഭാഗത്തുനിന്ന്. ഫൈൻ, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 ഒക്കെ ഉണ്ട്. സോ നമുക്ക് അടുത്ത സെഷൻസിൽ മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് സെഷൻ കാണാം. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.